ഇരട്ടപ്പുഴയുടെ നാട് കാലക്രമത്തിൽ ലോപിച്ച് ഇരിട്ടിയായി എന്നാണ് പേരിലെ ഐതിഹ്യം. പേരിലെ കഥ പോലെ ഇരിട്ടി ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഇരുപുഴകൾ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ തീരം പാർക്കാക്കി മാറ്റണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ഒരുപറ്റം കലാകാരന്മാരുടെ സംഘടനയായ ഇരിട്ടി സംഗീത സഭ. പ്രകൃതി രമണീയമായ ഇരിട്ടി തീരത്തിന്റെ സാധ്യതകൾ അധികാരികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ 20ഓളം വരുന്ന കലാകാരന്മാർ ഒത്തുകൂടി കലാപരിപാടികൾ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി ഇരിട്ടി ടൗണിനോട് തൊട്ട് ആരാലും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പ്രദേശം സംരക്ഷിച്ച് പാർക്കാക്കി മാറ്റണമെന്നുള്ള ആവശ്യം അടുത്ത കാലത്തായി ശക്തമാവുകയായിരുന്നു. ഇരിട്ടി നഗരസഭയും പ്രദേശം സംരക്ഷിക്കണമെന്ന തീരുമാനത്തിലെത്തിയതോടെ ഈ പ്രദേശത്തിന്റെ സാമൂഹ്യ സാധ്യതകളിലേക്ക് പ്രകാശം പരത്തുന്ന ഇടപെടലാണ് ഒരുപറ്റം കലാകാരന്മാരിൽ നിന്നും ഉണ്ടായത്. പാട്ടും കവിതയുമായി മണിക്കൂറുകൾ ചെലവഴിച്ച ഇരിട്ടി സംഗീത സഭയിലെ കലാകാരന്മാർ ഇരിട്ടിക്ക് ഒരു സന്ദേശമാണ് നൽകിയത്. നഗരത്തിന്റെ ഹൃദയഭാഗമായ ഇവിടെ 10 പേർ ഒന്നിച്ചുകൂടി ഒരു പൊതുപരിപാടി നടത്തിയാൽ ഇരിട്ടിയിൽ സംഭവിക്കുന്ന ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പണ്ടത്തെ തോണിക്കടവായിരുന്ന ഇവിടം ക്രമേണ ആളുകൾ വരാതായതോടെ കാട് കയറി വനമായി മാറുകയായിരുന്നുവത്രേ. പിന്നീട് ആരാലും സംരക്ഷിക്കപ്പെടാതെ നഗരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള ഇടമായി. സാമൂഹ്യവിരുദ്ധരും ഇവിടെ കേന്ദ്രീകരിച്ചതോടെ നാട്ടുകാരും ഇരിട്ടിയിലെ വ്യാപാര സാംസ്കാരിക സംഘടനകളും പ്രദേശം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. മലയോര ശബ്ദത്തിലടക്കം വാർത്തകൾ വന്നതോടെ നഗരസഭ, ഹരിത കേരള മിഷൻ അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏതായാലും നഗരസഭ അനുകൂലമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. ഈ പ്രദേശം സംരക്ഷിച്ച് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇരിട്ടിയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രദേശത്ത് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഇരിട്ടിയിലെ കലാകാരന്മാരും വിഷയത്തിൽ കൈകോർത്തതോടെ ഏറെ പ്രതീക്ഷയിലാണ് നാട്ടുകാരും. മനോജ് അമ്മ, KM കൃഷ്ണൻ, ഡോക്ടർ G ശിവരാമകൃഷ്ണൻ, പ്രകാശ് പാർവണം, KC ജോസ്, C സുരേഷ് കുമാർ, MN രത്നാകരൻ, PP ജയപ്രകാശ്, ഗംഗാ ശശീന്ദ്രൻ, സരിത പ്രകാശ്, AP ബേബി, CK പത്മനാഭൻ, K ശ്രീകുമാർ, M ഹരിദാസ്, KK ഷാജി തുടങ്ങിയ ഇരിട്ടി സംഗീത സഭാ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇത്രയും മനോഹരമായ സ്ഥലം കണ്ടെത്തി ജനശ്രദ്ധയിൽ എത്തിച്ചതിന് സംഗീത സഭാംഗങ്ങൾ മാധ്യമങ്ങൾക്ക് നന്ദിയും പറഞ്ഞു. പാടേ ആനന്ദം